Definition: group homomorphism. A function phi of a group G into a group G dash is a group homomorphism, or simply a homomorphism if phi of AB equal to phi of A and phi of A into phi of B, which holds for all A and B belongs to G. And this equation 1 is called homomorphism property. അതായത് G and G dash രണ്ട് ഗ്രൂപ്പ്സ് ആണ്. നമ്മൾ ബേസിക്കലി ബൈനറി ഓപ്പറേഷൻ ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈ ഈസ് എ ഫംഗ്ഷൻ ഫ്രം ജി ഇൻ ടു ജി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഫൈനെ ഹോമോമോർഫിസം എന്ന് പറയുകയാണെങ്കിൽ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എയും ബിയും നമ്മൾ ജിന്ന് എടുത്താൽ എ മാപ്പ് ചെയ്യുന്നത് ഫൈ ഓഫ് എയിലേക്കായിരിക്കും, ബി മാപ്പ് ചെയ്യുന്നത് ഫൈ ഓഫ് ബിയിലേക്കായിരിക്കും. ഇനി എയും ബിയും ജിയിലുണ്ട്, ജി ഒരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് ക്ലോസ്ഡ് പ്രോപ്പർട്ടി പ്രകാരം എ ബിയും ജിയിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എ ബി മാപ്പ് ചെയ്യുന്നത് ഫൈ ഓഫ് എ ബിയിലേക്കായിരിക്കും. ഇനി ഇവിടെ ജി ഡാഷിലെ രണ്ട് മെമ്പേഴ്സാണ് ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ജി ഡാഷിലുണ്ട്, ജി ഡാഷ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ക്ലോസ്ഡ് പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബിയും ജി ഡാഷിൽ വരും. ഇനി ഇവിടെ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ, ഈ ഫൈനെ നമ്മൾ ഹോമോമോർഫിസം ആണെന്ന് പറയും, ഗ്രൂപ്പ് ഹോമോമോർഫിസം. അപ്പോൾ എല്ലാ എലമെൻറ്റ്സ് ജിയിലത്തെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്. അതിൽ ഫസ്റ്റ് വൺ, ഇവിടെ ഒരു റിമാർക്കാണ് ആദ്യം പറയുന്നത്. ഈ ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ഈസ് എ ഹോമോമോർഫിസം ആൻഡ് എ ബി സി ബിലോങ്സ് ടു ജി, ദെൻ ഫൈ ഓഫ് എ ബി സി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് സി. അതായത് നമ്മൾ ഫൈ ഓഫ് എ ബി സിനെ നമുക്ക് ഫൈ ഓഫ് എ ബി ഇൻറ്റു സി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ആൻഡ് അപ്പോൾ ഇത് രണ്ട് എലമെൻ്റ് എന്നുള്ള രീതിയിലായി. അപ്പോൾ എ ബി ഇൻറ്റു സി, ഇപ്പോൾ രണ്ട് എലമെൻ്റായിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാണ്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. അങ്ങനെയാണെങ്കിൽ ഫൈ ഹോമോമോർഫിസം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫൈ ഓഫ് എ ബി ഇൻറ്റു ഫൈ ഓഫ് സി എന്ന് എഴുതാം. ഇനി അഗെയിൻ ഫൈ ഓഫ് എ ബി നമ്മൾക്ക് രണ്ട് എലമെൻ്റായി കൺസിഡർ ചെയ്താൽ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് എഴുതാം. അതുകൊണ്ട് ഫൈ ഓഫ് എ ബി സി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് സി എന്ന് കിട്ടും. അതാണ് ഈ റിമാർക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ എഴുതാൻ പറ്റും. ഫൈ ഓഫ് എ ബി സി ഡി ആണെങ്കിൽ നമുക്കിതുപോലെ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് സി ഇൻറ്റു ഫൈ ഓഫ് ഡി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ റിമാർക്ക് പറയുന്നത്. ഇനി അതിലെ ഒരു എക്സാമ്പിൾ, ട്രിവിയൽ ഗ്രൂപ്പ് ഹോമോമോർഫിസം. For any group G and G dash, there always at least one homomorphism, namely the trivial homomorphism defined by phi of G equal to E dash for all G belongs to G. അതായത് നമ്മളിപ്പോൾ ജിന്ന് ജി ഡാഷിലേക്കൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ജിന്ന് ജി ഡാഷിലേക്കൊരു ഫംഗ്ഷൻ ഫൈ കൺസിഡർ ചെയ്യാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ എലമെൻറ്റും ജിയിലെ എല്ലാ എലമെൻറ്റ്സും ഐഡൻറ്റിറ്റിയിലേക്ക്, ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ഈ ഫംഗ്ഷൻ ഒരു ഹോമോമോർഫിസം ആയിരിക്കും. ഈ ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ ട്രിവിയൽ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഹോമോമോർഫിസം ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ രണ്ട് എലമെൻറ്റ് എയും ബിയും ജിയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഫൈ ഓഫ് എ എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി ആയിരിക്കും, ദാറ്റ് ഇ ഡാഷ് ആയിരിക്കും. ആൻഡ് ഫൈ ഓഫ് ബി എന്ന് പറയുന്നതും ഇ ഡാഷ് ആയിരിക്കും. ഇനി എയും ബിയും ജിയിലുണ്ടെങ്കിൽ ഫൈ ഓഫ് എ ബിയും ജിയിൽ വരും. അപ്പോൾ ജി ഗ്രൂപ്പാണ്. അപ്പോൾ എ ബി ബിലോങ്സ് ടു ജി ഇംപ്ലൈസ് ദർ കോമ്പിനേഷൻ എ ബി ഓൾസോ ബിലോങ്സ് ടു ജി. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന എലമെൻറ്റും ഐഡൻറ്റിറ്റിയിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഇ ഡാഷ് ആയിരിക്കും. ഇനി ഇ ഡാഷിന് നമ്മൾക്ക് ഇ ഡാഷ് ഡോട്ട് ഇ ഡാഷ് എന്ന് എഴുതാം. ഇനി ഫസ്റ്റ് ഇ ഡാഷിന് പകരം ഫൈ ഓഫ് എ കൊടുക്കാം, രണ്ടാമത്തെ ഇ ഡാഷിന് പകരം ഫൈ ഓഫ് ബി എന്നും കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് കിട്ടി. അപ്പോൾ ഇത് ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോമോമോർഫിസത്തിന്, ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ ട്രിവിയൽ ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവിയൽ ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിൽ ജിയിലെ എല്ലാ എലമെൻറ്റും ജി ഡാഷിലെ ഐഡൻറ്റിറ്റിയിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക.
Next example, let GL n of R be a multiplicative group of all invertible n by n matrices. അപ്പോൾ എല്ലാ invertible n by n matricesൻ്റെ കളക്ഷനാണ് GL of NR. Also using result from matrix theory, for matrices AB belongs to GL of NR, we have determined, നമ്മളിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് GL NR എന്ന് നമ്മൾ R മൈനസ് സെറ്റ് സീറോയിലേക്ക്, കാരണം നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഒരിക്കലും സീറോ വരില്ല. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്, ഒരു മെട്രിക്സിൻ്റെ കളക്ഷൻ അതിൻ്റെ റിയൽ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക്. ഇവിടെ GL of NR എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ ആറിലേക്കല്ല, R മൈനസ് സെറ്റ് സീറോസ്, അതായത് ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഒരിക്കലും സീറോ വരില്ല, അതുകൊണ്ട് നമ്മൾ സീറോനെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം GL of NR ടു R മൈനസ് സെറ്റ് സീറോ. ഇനി ഇത് ഹോമിയോമോർഫിസ് ആണോ ചെക്ക് ചെയ്യുക. ഡിറ്റർമിനൻ്റ് ആണ് മാപ്പിംഗ്. അപ്പോൾ നമ്മൾ ഏത് രണ്ട് എലമെൻറ്റ് GL of NR എന്ന് എടുത്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് AB, ഇത് ബേസിക് പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻറ്റിൻ്റെ, ഡിറ്റർമിനൻ്റ് ഓഫ് AB ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് B ആയിരിക്കും. അതായത് ഹോമോമോർഫിസത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ ഫൈ എന്ന് വിളിച്ചാൽ ഫൈ ഓഫ് AB ഈക്വൽ ടു ഫൈ ഓഫ് A ഇൻറ്റു ഫൈ ഓഫ് B. ഈ രീതിയിൽ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കണ്ടീഷൻസ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസ് ആണ്. ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഒരു ഹോമോമോർഫിസ് ആണ്. അത് GL of NRൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സിലാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണ്. നെക്സ്റ്റ്, ലെറ്റ് F be an additive group of continuous real valued function with domain 0, 1 and let R set of all real numbers, additive group of real numbers. R with respect to addition ആണ് പറയുന്നത്. Then the map sigma from F to R defined by sigma of F equal to integral 0 to 1 f of x dx. ഇത് ഹോമോമോർഫിസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. അവിടെ നിന്ന് നമ്മൾ ആറിലേക്ക് ഒരു അഡിറ്റീവ് ഗ്രൂപ്പ് നമ്മൾ ആർ എടുക്കുകയാണ്. അഡിറ്റീവ് ഗ്രൂപ്പിലേക്ക് ഒരു ഫംഗ്ഷൻ ഈ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ രണ്ട് എലമെൻറ്റ് എഫും ജിയും എഫ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഓഫ് എഫ് പ്ലസ് ജി എവിടത്തേക്ക് പോകുന്നത് നോക്കാം. സിഗ്മ ഓഫ് എഫ് പ്ലസ് ജി അഡിറ്റീവ് ഗ്രൂപ്പാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ തന്നെയാണ്. സിഗ്മ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇനി സമ്മേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 ജി ഓഫ് എക്സ്. ഇതാണ് സിഗ്മ ഓഫ് എഫ് ആൻഡ് ഇതാണ് സിഗ്മ ഓഫ് ജി. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, സിഗ്മ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു സിഗ്മ ഓഫ് എഫ് പ്ലസ് സിഗ്മ ഓഫ് ജി എന്ന് കിട്ടി. ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്, ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്. അടുത്ത എക്സാമ്പിൾ, Z2 ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ മോഡുലോ 2. നമുക്കറിയാം Z2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 0 and 1, അതായത് ഏതൊരു എലമെൻറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിൻ്റെ കളക്ഷനാണ്. ആൻഡ് എസ് ആൻഡ് ബി സിമെട്രിക് ഗ്രൂപ്പ് ഓൺ ലെറ്റേഴ്സ്, എല്ലാം പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ്, അതാണ് പെർമ്യൂട്ടേഷൻ്റെ കളക്ഷനാണ്. അതിൽ n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ എസ് എൻ എന്ന് Z2ലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എസ് എന്നിൽ എല്ലാ പെർമ്യൂട്ടേഷൻസും ആണുള്ളത്. Z2ലാണെങ്കിൽ 0യും 1ഉം മാത്രം. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈവൺ പെർമ്യൂട്ടേഷൻസ് ഒക്കെ 0ലേക്ക് മാപ്പ് ചെയ്യും ആൻഡ് എസ് എന്നിലെ ഓഡ് പെർമ്യൂട്ടേഷൻസ് ഒക്കെ 1ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫൈ ഒരു ഹോമോമോർഫിസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു സിമെട്രിക് ഗ്രൂപ്പിൽ പകുതി എലമെൻറ്റ്സ് ഓടായിരിക്കും, പകുതി എലമെൻറ്റ്സ് ഈവൺ ആയിരിക്കും. അപ്പോൾ ഈവണൊക്കെ 0ലേക്ക് മാപ്പ് ചെയ്യും, ഓഡൊക്കെ 1ലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾക്കിത് ഹോമോമോർഫിസ് ആണോ ചെക്ക് ചെയ്യാൻ അവിടെ 4 കേസാണുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് എലമെൻറ്റ് എസ് എൻ എന്ന് ചൂസ് ചെയ്യാണ്. ലെറ്റ് സിഗ്മ ആൻഡ് മ്യൂ ബിലോങ്സ് ടു എസ് എൻ. ഇനി നോക്കുക, അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടും ഈവൺ ആവാം. സിഗ്മ ആൻഡ് മ്യൂ ആർ ഈവൺ. ഈവൺ എന്ന് പറഞ്ഞാൽ സിഗ്മേനെയും ഈവൺ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷനായി എഴുതാം, മ്യൂവിനെയും ഈവൺ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷനായിട്ട് എഴുതാൻ പറ്റും. ഇനി രണ്ടും ഈവൺ ആയതുകൊണ്ട് സിഗ്മ മാപ്പ് ചെയ്യുന്നതും 0ലേക്കായിരിക്കും ആൻഡ് മ്യൂ മാപ്പ് ചെയ്യുന്നതും 0ലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഫൈ ഓഫ് സിഗ്മ ഇൻറ്റു ഫൈ ഓഫ് മ്യൂ എന്ന് പറയുന്നത് ഇവിടെ
അപ്പർ അഡീഷൻ മോഡുലോ 2 ആണ്, 0 അഡീഷൻ മോഡുലോ 2 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി സിഗ്മയും മ്യൂവും ഈവൺ ആണ്, അതുകൊണ്ട് സിഗ്മ മ്യൂവും എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. രണ്ടും ഈവൺ ആണ്. അപ്പോൾ സിഗ്മ മ്യൂ എന്ന് പറയുന്നത് ഈവൺ പ്ലസ് ഈവൺ ആയിരിക്കും. ട്രാൻസ്പോസിഷൻ രണ്ടും ഈവൺ ആയിരിക്കും. അതുകൊണ്ട് ഫൈ ഓഫ് സിഗ്മ മ്യൂ മാപ്പ് ചെയ്യുന്നതും 0യിലേക്കായിരിക്കും. അപ്പോൾ ഈ 0നെ നമ്മൾക്ക് ഫൈ ഓഫ് സിഗ്മ ഇൻറ്റു ഫൈ ഓഫ് മ്യൂ എന്ന് എഴുതാം. അതുകൊണ്ട് ഈ കേസിൽ ഫൈ ഹോമോമോർഫിസ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് രണ്ടും ഓഡാകാം. രണ്ട് ഓഡാകുന്ന കേസിൽ സിഗ്മ മാപ്പ് ചെയ്യുന്നത് 1ലേക്കായിരിക്കും ആൻഡ് മ്യൂ മാപ്പ് ചെയ്യുന്നതും 1ലേക്കായിരിക്കും. രണ്ടും ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈ ഓഫ് സിഗ്മ ഇൻറ്റു ഫൈ ഓഫ് മ്യൂ എന്ന് പറയുന്നത് നമ്മൾക്കിവിടെ വരാം 1 അഡീഷൻ മോഡുലോ 2 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 + 1 2, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0. ഇനി രണ്ട് ട്രാൻസ്പോസിഷനും ഓഡാണ്. അതുകൊണ്ട് സിഗ്മ മ്യൂ എന്ന് പറയുന്നത് ഈവൺ ആയിരിക്കും. കാരണം ഓഡ് പ്ലസ് ഓഡ് നമുക്ക് എപ്പോഴും ഈവൺ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒന്നിൽ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ, ഇതിലും ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഏത് രണ്ട് ഓഡ് നമ്പർ ആഡ് ചെയ്താലും ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇത് മാപ്പ് ചെയ്യുന്നത് 0ലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ 0നെ നമ്മൾക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് സിഗ്മ ഇൻറ്റു ഫൈ ഓഫ് മ്യൂ തന്നെ എഴുതാം. ഇവിടെയും ഫൈ എന്താണ്? ഹോമോമോർഫിസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് ഓടും മറ്റൊന്ന് ഈവൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, ലെറ്റ് സിഗ്മ എന്ന് പറയുന്നത് ഓഡായിട്ട് എടുക്കുകയാണ്, മ്യൂ എന്ന് പറയുന്നത് ഈവൺ. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് സിഗ്മ എന്ന് പറയുന്നത് ഓഡായതുകൊണ്ട് 1ലേക്കായിരിക്കും ആൻഡ് ഫൈ ഓഫ് മ്യൂ എന്ന് പറയുന്നത് 0ലേക്ക്. അപ്പോൾ ഫൈ ഓഫ് സിഗ്മ ഇൻറ്റു ഫൈ ഓഫ് മ്യൂ എന്ന് പറയുന്നത് 1 അഡീഷൻ മോഡുലോ 2 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി സിഗ്മ ഓഡ് മ്യൂ ഈവൺ ആണ്. അതപ്പോൾ ഓഡ് പ്ലസ് ഈവൺ, ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ സിഗ്മ മ്യൂവിൻ്റെത് ഓഡായിരിക്കും. ഓഡിനോട് എപ്പോഴും ഒരു ഈവൺ നമ്പർ ആഡ് ചെയ്താൽ ഓഡായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഫൈ ഓഫ് സിഗ്മ മ്യൂ മാപ്പ് ചെയ്യുന്നതും 1ലേക്ക്. അപ്പം ഇതും 1ലേക്കാണ്, ഇതും 1ലേക്കാണ്. അപ്പോൾ ദേ ആർ ഈക്വൽ. ദെർഫോർ ഫൈ ഓഫ് സിഗ്മ മ്യൂ ഈക്വൽ ടു ഫൈ ഓഫ് സിഗ്മ ഇൻറ്റു ഫൈ ഓഫ് മ്യൂ. ഈ കേസിലും ഫൈ ഹോമോമോർഫിസ് ആണ്. നാലാമത്തെ കേസ് നേരെ റിവേഴ്സ്, സിഗ്മ ഈവണും മ്യൂ ഓടും. അപ്പോൾ ഇതേ പോസിബിലിറ്റി തന്നെയാണ് വരിക. അപ്പോൾ ഏത് കേസ് എടുത്താലും ഫൈ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ഫൈ ഈസ് എ ഹോമോമോർഫിസം. ഇനി നെക്സ്റ്റ് ഒരു തിയർ ആണ്. ലെറ്റ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ഈസ് എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഓഫ് ജി ഓൺ ടു ജി ഡാഷ്. അപ്പോൾ ജിന്ന് ജി ഡാഷിലേക്കുള്ളൊരു ഹോമോമോർഫിസം, അത് ഓൺ ടു കൂടിയാണ്. ഓൺ ടു ഹോമോമോർഫിസം ആണ് ഫൈ എന്ന് പറയുന്നത്. ഇനി ജി അബീലിയൻ ആണെങ്കിൽ ജി ഡാഷ് അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് രണ്ട് എലമെൻറ്റ് എ ഡാഷും ബി ഡാഷും ജി ഡാഷും എന്ന് എടുത്താൽ എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ് എന്ന് കിട്ടണം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അവിടെ കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ ഡാഷും ബി ഡാഷും നമ്മൾ ജി ഡാഷ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡാഷ് ജി ഡാഷിലുണ്ടെങ്കിൽ അതിനൊരു പ്രീ ഇമേജ് എ ജിയിലുണ്ടാവും. അതുപോലെ ബി ഡാഷിനൊരു പ്രീ ഇമേജ് ബി ജിയിലുണ്ട്. അതായത് ദർ എക്സിസ്റ്റ് എലമെൻറ്റ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ഫൈ ഓഫ് എ ഈക്വൽ ടു എ ഡാഷ് ആൻഡ് ഫൈ ഓഫ് ബി ഈക്വൽ ടു ബി ഡാഷ്. എ മാപ്പ് ചെയ്യുന്നത് എ ഡാഷിലേക്ക് ആൻഡ് ബി മാപ്പ് ചെയ്യുന്നത് ബി ഡാഷിലേക്ക്. ഇനി നമ്മൾ എ ഡാഷ് ബി ഡാഷ് എന്താണ് വരുന്നത് നോക്കാം. എ ഡാഷിന് പകരം ഫൈ ഓഫ് എ എന്ന് വിളിക്കാം, ബി ഡാഷിന് പകരം ഫൈ ഓഫ് ബി എന്ന് വിളിക്കാം. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി, ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഫൈ ഓഫ് എ ബി ആണ്. കാരണം ഫൈ ഹോമോമോർഫിസ് ആണ് തന്നിട്ടുണ്ട്. ഇനി അതിന് നമ്മൾക്ക് ഫൈ ഓഫ് ബി എന്ന് എഴുതാം. കാരണം എയും ബിയും ജിയിലാണ്, അതുകൊണ്ട് എ ബി ബിലോങ്സ് ടു ജി ആണ്. ജി അബീലിയൻ ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ബിക്ക് പകരം ബി എന്ന് കൊടുക്കുക. അപ്പോൾ ഫൈ ഓഫ് ബി എനെ നമുക്ക് ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ജി ഈസ് അബീലിയൻ.